I feel like I'm losing my mind. Is everybody in the world blind? ഞാൻ അകത്തേക്ക് വന്നോട്ടെ? ആ രൂപേഷ്, അകത്തേക്ക് കയറി വാ. നിനക്ക് എവിടെ ഈ ഫോർമാലിറ്റീസ് ഒക്കെ തുടങ്ങിയത്? ഫോർമാലിറ്റി ഒന്നുമല്ല, വർക്ക് ചെയ്യണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് ചോദിച്ചെന്നേ ഉള്ളൂ. ഉറങ്ങാറായില്ലേ? എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. ഗുഡ് നൈറ്റ്. വർക്കൊക്കെ ഓഫീസിൽ തീർത്തിട്ടാണ് ഞാൻ വന്നത്. നീ ഗുഡ് നൈറ്റ് പറയാനാണോ ഇപ്പം ഇങ്ങോട്ട് കയറി വന്നത്? അപ്പോൾ കിടന്ന് ഉറങ്ങാൻ നോക്കി ഉറക്കം വരുന്നുണ്ടെങ്കിൽ. ഉറങ്ങാനാണല്ലോ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞാൻ ഇവിടെയല്ലേ കിടക്കാറ്. രൂപു, 18 വയസ്സായില്ല നിനക്ക്? ഇപ്പോഴും കിടക്കാൻ ഒരാൾ വേണം തുണയ്ക്ക്. നീ നിന്റെ റൂമിൽ കിടന്ന് ഉറങ്ങാൻ നോക്കി. എനിക്ക് ഉറക്കണം. ഞാൻ പോയി കിടക്കത്തൊന്നുമില്ല. പ്ലീസ്, കുറച്ച് നാളും കൂടി ഞാൻ ഇവിടെ കിടന്നോട്ടെ. ഓക്കെ, കിടന്നോ. എന്തൊക്കെയുണ്ട് പിന്നെ കോളേജിൽ വർത്തമാനം? കോളേജിലെ പ്രസിഡന്റ് ഒക്കെ അല്ലേ? പെൺപിള്ളേരൊക്കെ കുറെ പേര് പിന്നാലെ ഉണ്ടാവല്ലോ. വല്ലവരും സെറ്റാക്കിയോ നീയേ? പോയാലും കേളായാലും ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ. പിന്നാലെയൊക്കെ ഒരുപാട് പേര് നടക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് അവരോട് ആരോടും ഇൻട്രസ്റ്റ് ഇല്ല. എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള ആള് എനിക്ക് പിടി തരുന്നില്ലല്ലോ. പിന്നെ ഞാനെന്ത് ചെയ്യാനാ? നീ ആരെയും ഉദ്ദേശിക്കുന്നത്? എന്തായാലും രൂപോ, നീ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവരോടത് തുറന്നു പറയും. അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അവർ തട്ടിക്കൊണ്ട് പോകും. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഒരുത്തനും കൊണ്ടുപോവില്ല. ഞാൻ ആഗ്രഹിച്ചത് മോഹിച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾക്കും ഞാൻ വിട്ടുകൊടുക്കില്ല. എൻ്റേത് മാത്രം. റിലാക്സ്. ചില സമയത്ത് നീ ഭയങ്കര ക്യൂട്ടാ. ചില സമയത്ത് നിന്നെ കണ്ട് എനിക്കെൻ്റെ പേടിയാവും. എൻ്റെ അമ്മ ഡബിൾ പേഴ്സണാലിറ്റിയാ നിനക്കെന്ന് തോന്നും. ഇങ്ങനെയൊക്കെ ഇരുന്നാൽ മതിയോ? കുറച്ചൊക്കെ റൊമാൻറ്റിക് ആയിട്ട് ആളുടെ അടുത്ത് പെരുമാറും. എനിക്ക് തോന്നുന്നു നിനക്ക് റൊമാൻസ് തന്നെ അറിയില്ലെന്ന്. എനിക്ക് റൊമാൻസ് അറിയില്ലെന്നല്ലേ? എന്നാൽ ശരിയാക്കി തരാം. രൂപോ, എന്താ ചെയ്യുന്നേ? ധ്രുവ, നിന്റെ ഈ കണ്ണുകളിൽ എന്തോ കാന്തം പിടിപ്പിച്ച പോലെ എന്നെ അതിലേക്ക് അടുപ്പിക്കാം. നിന്റെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ പോലും അറിയാതെ ഒരുപാട് മോഹങ്ങൾ പൂവിടുന്നുണ്ട്. ഐ ലവ് യു ധ്രുവ. എൻ്റെ മനസ്സിൽ മുന്നേ കുറിച്ചിട്ടതാ ധ്രുവ എന്ന പേരും ഈ മുഖവും. രൂപേഷ്, ഞാൻ പറഞ്ഞു തീർന്നില്ല. എത്ര നാൾ വേണമെങ്കിലും ഞാൻ കാത്തിരിക്കാം നിന്നെ സ്വന്തമാക്കാൻ വേണ്ടി. നിന്റെ ഈ ചുണ്ടുകളിലെ മധുരം നുകരാൻ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. രൂപേഷ്, എന്താ ഈ ഹൃദയമിടിപ്പ്? എനിക്ക് ഇവിടം വരെ കേൾക്കാലോ. ഇത് റൊമാൻറ്റിക് ആണോ അതല്ലയോ? രൂപേഷ്, മനുഷ്യൻ്റെ എല്ലാ ജീവൻ കളയാൻ വേണ്ടി പോയി കിടന്ന് ഉറങ്ങാൻ നോക്കടാ. പാതിരാത്രിക്ക് അവൻ്റെ ഒരു ഫാൻസ്. പോടാ. ആ ഹൃദയമിടിച്ചത് ഞാൻ ഇവിടം വരെ കേട്ടു. എന്തിനാണ് ഇങ്ങനെ മനസ്സിലെ മോഹങ്ങളെ ഒളിപ്പിച്ചു വെക്കുന്നത്? നീ ഓരോന്ന് പറയാതെ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഞാനിപ്പോൾ വരാം. എനിക്കറിയാം എങ്ങോട്ടാ പോകുന്നത്. തിരിച്ചെന്നാലും ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത്. അബി എത്ര കൊല്ലം ഇപ്പം നീ ഇല്ലാതെ ഞാനിങ്ങനെ തനിച്ചെന്നറിയോ? എന്താ അബി ഞാൻ ചെയ്യുക? രൂപേഷിൻ്റെ മനസ്സിൽ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിന്റെ സ്ഥാനത്തേക്ക് വരാൻ അവൻ നോക്കുന്നത്. പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നില്ല അബി. നീ ഇല്ലാതെ മറ്റൊരാളെ ചിന്തിക്കാൻ. എന്തിനാ അബി നീ എന്നെ തനിച്ചാക്കി പോയത്? ഇത്ര കൊല്ലമായിട്ട് എനിക്കിതിനെ മറക്കാൻ പോലും കഴിയുന്നില്ല അബി. പ്ലീസ് അബി, തിരിച്ചു വാ നീ. ഞാൻ രൂപേഷിനെ കുറ്റമൊന്നും പറയില്ല. പക്ഷെ എനിക്ക് അവനെ സ്വീകരിക്കാൻ കഴിയുന്നില്ല അബി. അവൻ്റെ മനസ്സ് വേദനിക്കുന്നത് എനിക്കറിയാം. അബി, ഞാൻ എന്താ ചെയ്യണ്ടേ? എടാ ധ്രുവ, നീ ഇതെവിടേക്ക് ധൃതി പിടിച്ച് പോകുന്നേ? ഭക്ഷണം കഴിക്കണ്ടേ നിനക്ക്? നിക്ക ചെറുക്കാ. അയ്യോ സോറി അമ്മ, കഴിക്കാൻ നേരമില്ല. അത്യാവശ്യമായിട്ടൊരു മീറ്റിംഗ് ഉണ്ട്, അതുകൊണ്ടാ. അല്ല, ഡാഡി എവിടെ? ഡാഡിനെ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ഡാഡിക്ക് ഏത് ഫ്രണ്ടിനെ കാണാണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പം അങ്ങോട്ട് പോയതേ ഉള്ളൂ. നീ ഓഫീസിൽ പോയി മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നതൊക്കെ കൊള്ളാം. മീറ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, സ്കിപ്പാക്കരുത്. ബേബീനെ കൊണ്ടുവന്നില്ല നീ? രൂപ എഴുന്നേറ്റില്ല? അമ്മയുടെ ബേബി രൂപ എഴുന്നേറ്റിട്ടുണ്ട്. ഒന്നെങ്കിൽ അവൻ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം കോളേജിലേക്ക് പൊക്കോളും, അല്ലെങ്കിൽ ഞാൻ ഡ്രൈവറോട് പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്, അയാൾ കൊണ്ടുപോയിക്കോളും. ഞാൻ എന്തായാലും ഇപ്പോൾ പോവാം. എനിക്ക് നേരെ ഇനി നിന്നാൽ ശരിയാവില്ല. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യില്ല. ഓക്കെ, ബൈ.
ഡാ രൂപേഷ്, നീയല്ലേ നിന്റെ ബേബിയുടെ ഒപ്പം വരുമല്ലോ എന്ന് പറഞ്ഞിട്ട്? ആ, ബേബിക്ക് തിരക്കുണ്ട്, മീറ്റിംഗ് ആണ്, അതുകൊണ്ട് അങ്ങ് പോയി. ഞാൻ ഡ്രൈവറൊപ്പം വന്നു. ഓ, എന്നാലും ബേബിയെ കണ്ടേന്റെ ഒരു തിളക്കൊക്കെ മുഖത്ത് കാണാനുണ്ട് മോന്റെ. ഒന്ന് പോടാ അവിടുന്ന്. വന്നപ്പോ തന്നെ എന്നെ വാരാൻ നിൽക്കുകയാണോ? ക്ലാസ്സിൽ കയറി നോക്കണ്ടേ? വാ പോവാ. എടാ, നിന്റെ ആ അസൈൻമെന്റ് ശരിയായെങ്കിൽ എനിക്കൊന്ന് എഴുതാൻ താടാ. കോളേജത്തിന്റെ അവസാന നിമിഷം ആകുമ്പോഴെങ്കിലും നിന്റെ പ്രോജക്റ്റ് അസൈൻമെന്റ് നീ തനിയെ ചെയ്യൂടാ. എന്നാ പിടിച്ചോ, എഴുതട്ടോ. ഒരിക്കലും നടക്കത്ത കാര്യം. നീ പാ. എടാ ഇക്കു, നമ്മുടെ ഈ പ്രോജക്റ്റിന്റെ പേപ്പേഴ്സ് എല്ലാം പ്രിന്റ് ഔട്ട് എടുക്കാൻ പറയണേ. എടാ അത് കുറച്ച് കൂടുതലാണ് കേട്ടോ. എടാ ഞാൻ ഒരു മോഡലും കൂടിയാ, നിന്റെ PA മാത്രല്ല. നിന്റെ PA പണിക്ക് വേറെ ആരെങ്കിലും നോക്കിക്കോ. നീ എന്നെ ഇക്രു എന്ന് വിളിക്കുമ്പോ എനിക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയോ? എന്റെ ഇമേജ്, ഓ എന്റെ മണ്ണം കെട്ട ഇമേജ്. എടാ നമ്മളൊക്കെ ഫ്രണ്ട്സ് അല്ലേടാ. നീ പോയി എവിടുന്ന് വെറുതെ ഓരോന്ന് പറയാൻ നിൽക്കാതെ. എന്തായാലും നീ പറഞ്ഞ മാതിരി ഞാൻ വേറെ PA തപ്പുന്നുണ്ട്. എടാ കുറെ ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്, വേഗം ഏതെങ്കിലും ഒന്ന് തെരഞ്ഞെടുക്കുക, ഇനി ഒന്ന് രക്ഷപ്പെടുത്ത്. അത് ശരി, അപ്പോ എന്നെ വിട്ട് എന്റെ കമ്പനി വിട്ട് പോകാൻ വേണ്ടി നീ വേഗം റെഡി ആയി നിൽക്കാൻ തോന്നുന്നല്ലോ. എന്നാ ശരി, ആയിക്കോട്ടെ. അയ്യടാ, ഞാൻ നിന്നോടെ എന്റെ ഈ PA പണിന്ന് ഒഴിവാക്കാനാ പറഞ്ഞത്, അല്ലാതെ നിന്റെ ഈ കമ്പനിയായിട്ട് ഞാൻ മാറിപ്പോകുന്നില്ല. എന്റെ മോഡലിംഗ് കരിയർ നിന്റെ ഈ കമ്പനിയിലല്ലേ തുടങ്ങിയത്, ഞാൻ ഇതിൽ തന്നെ അവസാനിപ്പിക്കത്തുള്ളൂ. അല്ല, നീ ഇന്ന് രൂപേഷിന്റെ ഒപ്പം പുറത്തു പോകണമെന്ന് പറഞ്ഞിട്ട്? ആ, പോണെന്ന് വിചാരിച്ചല്ല, പക്ഷെ ഈ മീറ്റിംഗ് കാരണം ഒഴിവാക്കിയതാടാ. പിന്നെന്തായാലും ഇവന് കോളേജ് കൂടി ഉള്ളതല്ലേ, അപ്പൊ ഒന്നാമത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ അവനെ പോയി പിക്ക് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ അങ്ങനെ പോവാലോ. എത്ര നേരം നിന്നിങ്ങാത്ത് നിൽക്കുന്നെന്തറിയോ? നീ കയറി വേഗം. സോറി, ക്രിസ്ത്യൻ സാറിന്റെ ക്ലാസ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇത്തിരി നേരം വൈകിപ്പോയതാ. എവിടെയും പോണ്ടേച്ച് പറഞ്ഞു രൂപു, നിന്നെ എവിടെ വേണമെങ്കിലും കൊണ്ടുപോ. ഇന്ന് നിന്റെ സജഷൻ. എനിക്ക് സജഷൻ ഒന്നുമല്ല, എവിടെ വേണമെങ്കിലും കൊണ്ടുപോയാലും ഞാൻ ഹാപ്പിയാ. ധ്രുവയുടെ ഒപ്പം എവിടെ വേണമെങ്കിലും ഞാൻ വരാം. എന്നാ എല്ലായിടത്തും ഒന്ന് കറങ്ങിയിട്ട് വരാം. ധ്രുവിന്റെ പരാതി തീരട്ടെ. നീ തല കുത്തിട്ടിരിക്കുക. ഇങ്ങനെ കാറ്റ് കൊണ്ട് കിടക്കാൻ നല്ല സുഖമുണ്ട്. നല്ല സുഖം. ഏയ്, എന്താ സുഖം എന്ന് പറഞ്ഞിട്ട് ഉറങ്ങിപ്പോകുന്നുണ്ടോ നീ? ചെറുതായിട്ട് ഉറക്കം വരുന്നുണ്ട് കാറ്റ് കിട്ടിപ്പോ.